സംസ്ഥാനത്തെ കനത്ത മഴ, വെള്ളക്കെട്ട്. രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ അടക്കമുള്ളവർ അതിശക്തമായ വിമർശനങ്ങളും പരിഹാസവും ചോദ്യവുമായൊക്കെ രംഗത്ത് വന്നിരിക്കുകയാണ്. ശ്രീജിത്ത് പണിക്കരുടെ ഏറ്റവും പുതിയ പോസ്റ്റ് മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള കൊട്ടാണെന്ന് വ്യക്തം. ഒരു ഇരുമ്പ് കസേരയുടെ ചിത്രം പങ്കുവച്ചുകൊണ്ട് ഹേ പ്രഭു ഹരി രാമകൃഷ്ണ ജഗന്നാഥ പ്രേമാനന്ദി ഏ ക്യാ ഹുവാ ആപ് ആയിയെ കരുതൽ കീജിയെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കുറിപ്പ്. സ്വാഭാവികം. തൊട്ട് താഴെ തന്നെ ആദ്യ കമന്റും വന്നു. വാഴ. കസേരയുടെ മുകളിൽ ഒരു വാഴ വച്ചിട്ടുണ്ട്. തീർന്നില്ല. ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ, ഇത് ഒരിടത്ത് ഇടിച്ചു നിൽക്കുകയാണ് സാർ, ഇതിനൊരു കപ്പിത്താൻ ഉണ്ട് സാർ, ഓൻ മുങ്ങി സാർ എന്ന് പറഞ്ഞുകൊണ്ട് നഗരത്തിലെ വെള്ളക്കെട്ടും ആശുപത്രികളടക്കം വെള്ളം കയറിയ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് മറ്റൊരു കുറിപ്പ്. ഇതിനുമുണ്ട് മറുപടി. കപ്പിത്താനും കുടുംബവും ഇന്ന് ടർബോ കണ്ട് ടെൻഷൻ മാറ്റുമെന്നുള്ളതാണ് ഒരു കമന്റ്. കത്തുന്ന വിഷയങ്ങൾ ഉള്ളപ്പോഴല്ലേ സിനിമയൊക്കെ, ഇതിപ്പോൾ തണുത്ത് വിറങ്ങലിച്ച് നിൽക്കുകയല്ലേ എന്നാണ് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കാൻ കഴിയുന്നത്. ഏതായാലും മണ്ഡലത്തിലെ വെള്ളക്കെട്ടിന്റെ അത്ര പോരാ സഖാവേ എന്ന VK പ്രശാന്ത് MLAയ്ക്കും ഒപ്പം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനുമുള്ള കൊട്ട് ശ്രീജിത്ത് പണിക്കർ പങ്കുവച്ചതും വലിയ ചർച്ചയായിരുന്നു. ജനങ്ങൾ വെള്ളക്കെട്ടിൽ കിടന്ന് തുഴയുമ്പോൾ ഒരു ജനപ്രതിനിധി ജനങ്ങളോട് ചോദിക്കേണ്ട ചോദ്യം ഇത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് VK പ്രശാന്തിനുള്ള മറ്റൊരു ചോദ്യം. ശ്രീജിത്ത് പണിക്കരുടെ മറ്റൊരു കുറിപ്പിലും ചില കാര്യങ്ങളുണ്ട്. അതിങ്ങനെയാണ്: ഞാൻ നോക്കിയപ്പോൾ അമേരിക്കയിൽ നിന്നൊരാൾ വിളിക്കുന്നു, സീസറമ്മേ ഇവിടുത്തെ ICUവിന്റെ തറയിലൊന്നും വെള്ളമില്ല, അവിടെ നിന്നും കുറച്ച് ഓടവെള്ളം അയച്ചു തരാമോ എന്ന്, പറ്റിയാൽ രോഗിക്ക് കിടക്കാൻ ഒരു ബോട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചിത്രവും പങ്കുവച്ചിട്ടുണ്ട്. മറ്റൊരു കുറിപ്പ് ഇങ്ങനെയാണ്: ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയ പദ്ധതി റൂം ഫോർ റിവർ അല്ല, ICU ഫോർ റിവർ. ഏതായാലും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും മുൻ മേയറും വട്ടിയൂർക്കാവ് MLAയുമായ VK പ്രശാന്തും മന്ത്രി V ശിവൻകുട്ടിയും മന്ത്രി മുഹമ്മദ് റിയാസുമൊക്കെ വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടിന് ശാശ്വതം പരിഹാരം കാണാനെന്ന് പറഞ്ഞ് കോടികൾ ചിലവഴിച്ചിട്ട് എവിടെയെന്നും ലക്ഷങ്ങൾ മുടക്കി റോഡ് നവീകരണം നടക്കുമ്പോൾ അതെപ്പോൾ പൂർത്തിയാകുമെന്നൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ ചോദ്യം. മാത്രമല്ല, വെള്ളക്കെട്ട് പരിഹരിക്കാനായി വിളിച്ചു ചേർത്ത യോഗം പ്രഹസനമായി എന്നുള്ള ആക്ഷേപവുമായി സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നതും വരും ദിവസങ്ങളിൽ ചോദ്യമായി മാറും. ഇതിനിടയിലാണ് റിപ്പോർട്ട് ചെയ്യാനെത്തുന്ന മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുന്ന CPMന്റെ മുൻ കൗൺസിലറും CPMന്റെ അനുകൂലികളുടെയും ഒക്കെ നിലപാടിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് തിരുവനന്തപുരം പ്രസ് ക്ലബും കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റും അതിശക്തമായി തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതെല്ലാം CPMന് വരും ദിവസങ്ങളിൽ ചോദ്യമായി മാറുമെന്ന് വ്യക്തം. മേയർ ബ്രോയായിരുന്ന ഇപ്പോൾ MLA ബ്രോയായ VK പ്രശാന്ത് ടർബോ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ സോഷ്യൽ മീഡിയയിൽ പൊങ്കാല, കടന്നൽക്കൂട്ടം കൂട്ടത്തോടെ ഇളകി. രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കരും BJP നേതാവ് സന്ദീപ് വചസ്പതിയും ഒക്കെ അങ്ങ് പഞ്ഞിക്കിട്ടു. സോഷ്യൽ മീഡിയയും ഇത് ഏറ്റെടുത്തതോടെ പൊരിഞ്ഞ ചർച്ച. ടർബോ എങ്ങനെയുണ്ടെന്നാണ് VK പ്രശാന്തിന്റെ ചോദ്യം. തിരുവനന്തപുരത്ത് വെള്ളക്കെട്ടിന്റെ അത്രയും വരില്ല എന്ന് ശ്രീജിത്ത് പണിക്കരും സന്ദീപ് വചസ്പതിയും പറഞ്ഞതോടെ സോഷ്യൽ മീഡിയയും ട്രോളാൻ തുടങ്ങി. സംസ്ഥാനത്ത് മഴ ശക്തമായതോടെ തിരുവനന്തപുരത്തെ ജനങ്ങൾ ദുരിതത്തിലാണ്. റോഡുകളിൽ വെള്ളക്കെട്ട് രൂക്ഷം, വീടുകളിൽ വെള്ളം കയറുന്ന അവസ്ഥ. 2 ദിവസം മഴ പെയ്തപ്പോഴേക്കും റോഡുകൾ തോടുകളാകുന്ന അവസ്ഥയാണ് തിരുവനന്തപുരത്തെ മിക്ക പ്രദേശങ്ങളിലും കാണാൻ കഴിയുന്നത്. ഇതിന്റെ പ്രധാന കാരണം മേയറുടെയും കൗൺസിലർമാരുടെയും MLAയുടെയും എല്ലാം കഴിവുകേടാണെന്നാണ് ജനങ്ങളുടെ വിമർശനം. ഓടകൾ വൃത്തിയാക്കാൻ വേണ്ട നടപടികൾ എടുക്കാത്തതും മഴക്കാലത്തിനു മുന്നേ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാത്തതുമാണ് തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടിന് പ്രധാന കാരണമെന്നാണ് ജനങ്ങളുടെ പ്രതികരണം. സംഭവത്തിൽ വിമർശനങ്ങൾ കടുക്കുമ്പോൾ സിനിമയുടെ പിന്നാലെയാണ് വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത്. തിരുവനന്തപുരത്ത് മഴക്കെടുതി രൂക്ഷമാകുന്നതിനിടെ മമ്മൂട്ടി ചിത്രം ടർബോ എങ്ങനെയുണ്ടെന്ന് അറിയാനുള്ള തിരക്കിലാണ് MLA. മഴക്കെടുതിയിൽ ജനങ്ങൾ വലയുമ്പോൾ സിനിമയ്ക്ക് പിന്നാലെ പോയ VK പ്രശാന്തിനെ വിമർശിച്ച് രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കരും BJP നേതാവ് സന്ദീപ് വചസ്പതിയും വന്നു. ടർബോ എങ്ങനെയുണ്ടെന്ന് ഫേസ്ബുക്കിലൂടെ ചോദിച്ച MLAയ്ക്ക് തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടിന്റെ അത്രയും വരില്ല എന്നായിരുന്നു ഇരുവരുടെയും മറുപടി. പിന്നാലെ VK പ്രശാന്തിനെ വിമർശിച്ച ജനങ്ങളും രംഗത്ത് വന്നു. മേയർ ആര്യ രാജേന്ദ്രനും മന്ത്രി ശിവൻകുട്ടിയും ഒക്കെ വലിയ വിമർശനങ്ങൾ തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് ഏറ്റുവാങ്ങേണ്ടി വന്നു. മാർച്ച് 31 മുൻപ് തിരുവനന്തപുരത്തെ റോഡ് പണി പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് എവിടെയെന്ന വിമർശനങ്ങളും ഉയർന്നിരുന്നു. മാത്രമല്ല, മാധ്യമപ്രവർത്തകരും കൂട്ടത്തോടെ ഇറങ്ങിയിരിക്കുകയാണ്. നഗരത്തിലെ റോഡുകളുടെ ദുരവസ്ഥ റിപ്പോർട്ട് ചെയ്യാൻ വഞ്ചിയൂരിലെത്തിയ ജനം TVയിലെ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച മുൻ കൗൺസിലറും CPM പാളയം ഏരിയ കമ്മിറ്റി അംഗവുമായ P ബാബുവിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കാൻ പോലീസും CPM നേതൃത്വവും തയ്യാറാകണമെന്ന് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് ആവശ്യപ്പെട്ടു. തന്റെ മകൾ കൗൺസിലറായ വാർഡിലെ ദുരിതം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെയാണ് തെറിവിളിയോടെ ബാബു ആക്രമിച്ചത് എന്നാണ് പരാതി. മുമ്പ് വഞ്ചിയൂരിൽ കോടതിക്ക് മുന്നിൽ വെച്ച്
മാതൃഭൂമി ചാനൽ ക്യാമറാമാനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് മർദ്ദിച്ചതിലും ബാബുവിനെതിരെ പരാതി ഉയർന്നിരുന്നു. നഗരത്തിലെ റോഡുകളുടെ ദയനീയ അവസ്ഥയ്ക്ക് പരിഹാരം കാണേണ്ടത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും ആവശ്യമാണ്. ഇത്തരം വിഷയങ്ങൾ പൊതുജന മധ്യത്തിലും അധികൃതരുടെ ശ്രദ്ധയിലും കൊണ്ടുവന്ന് പരിഹരിക്കാനുള്ള മാധ്യമപ്രവർത്തകരുടെ കഠിന പ്രയത്നത്തെ തടയാൻ ശ്രമിക്കുന്നത് ജനാധിപത്യ സമൂഹത്തിൽ വച്ച് പൊറുപ്പിക്കാനാവില്ല. സംഘത്തിലെ വനിതാ റിപ്പോർട്ടറെ അധിക്ഷേപിക്കുകയും ക്യാമറാമാനിൽ നിന്ന് ക്യാമറ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയും ചെയ്തു. ഇക്കാര്യത്തിൽ DGP നേരിട്ടിടപെട്ട് ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം. മാധ്യമപ്രവർത്തകരുടെ ജോലി തടസ്സപ്പെടുത്തുന്ന ഇത്തരം ഗുണ്ടായിസത്തെ പൊതുസമൂഹം നേരിടുമെന്ന് പ്രസ് ക്ലബ് പ്രസിഡന്റ് M. രാധാകൃഷ്ണനും സെക്രട്ടറി KN സാനുവും ആവശ്യപ്പെട്ടു. ഏതായാലും വഞ്ചിയൂരിലെ വെള്ളക്കെട്ട് സംബന്ധിച്ച് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയ ജനം TVയിലെ സംഘത്തെ CPM മുൻ വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച സംഭവത്തിൽ കേരള പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ കമ്മിറ്റിയും പ്രതിഷേധിച്ചു. സംഘത്തിലെ വനിതാ റിപ്പോർട്ടറെ അധിക്ഷേപിക്കുകയും ക്യാമറാമാനിൽ നിന്നും ക്യാമറ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ പോലീസ് കേസെടുക്കണമെന്നും നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാൻ CPM നേതൃത്വം തയ്യാറാകണമെന്നും KUWJ ജില്ലാ കമ്മിറ്റിയും ആവശ്യപ്പെട്ടു. തലസ്ഥാനവാസികളെ സംബന്ധിച്ച് ആശങ്കയുടെ മണിക്കൂറുകളാണ്. ബംഗാൾ ഉൾക്കടലിന് പുറമെ അറബിക്കടലിലും ന്യൂനമർദ്ദം. വരും ദിവസങ്ങളിലും തീവ്രമഴയ്ക്ക് സാധ്യതയെന്നുള്ള റിപ്പോർട്ടുകൾ വന്നതോടെ വെള്ളക്കെട്ടിൽ എങ്ങനെ മുന്നോട്ട് എന്നാണ് തലസ്ഥാനവാസികളുടെ ചോദ്യം. വരും ദിവസങ്ങളിൽ സ്കൂൾ തുറക്കാൻ പോവുകയാണ്. ജനജീവിതം കൂടുതൽ ദുസ്സഹമാകുന്ന ഒരു സാഹചര്യം. ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യുമെന്ന ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം നഗരസഭയ്ക്ക് മിണ്ടാട്ടവുമില്ല എന്നാണ് ആക്ഷേപം. ബംഗാൾ ഉൾക്കടലിന് പുറമെ അറബിക്കടലിലും ന്യൂനമർദ്ദം രൂപം കൊണ്ടതോടെ കേരളത്തിലും ലക്ഷദ്വീപിലും വരും ദിവസങ്ങളിലും തീവ്ര മഴയ്ക്കാണ് സാധ്യത. തെക്കൻ കേരളത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ചക്രവാത ചുഴിയാണ് ന്യൂനമർദ്ദമായത്. ഇതോടെ കാലവർഷം നേരത്തെ എത്താനും സാധ്യത തെളിഞ്ഞു. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി വടക്ക് ഭാഗത്തേക്ക് നീങ്ങുകയാണ്. ഇത് ഒഡീഷ തീരത്തോട് ചേർന്ന് ബംഗാൾ ഭാഗത്തേക്ക് നീങ്ങി നാളെ ചുഴലിക്കാറ്റാകുമെന്നാണ് പ്രവചനം. പിന്നീട് ശക്തിയായി ചുഴലിക്കാറ്റായി ബംഗ്ലാദേശിലേക്ക് നീങ്ങും. അറബിക്കടലിൽ മണൽ എന്നർത്ഥം വരുന്ന റമൽ എന്നാണ് ചുഴലിക്കാറ്റിന് പേരിട്ടിരിക്കുന്നത്. തീവ്രമഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പലയിടത്തും ഓറഞ്ച് അലർട്ടുണ്ട്. ചിലയിടങ്ങളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്.